മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ദൈവമേ, ഞാൻ ഏകനായി അന്യൻ പരദേശിയെന്നതുപോൽ ലോകാന്ത്യത്തോളവും നീ എൻ കൂടെ പാർത്തിടേണമെൻ യാത്രയിൽ. ദൈവമേ, ഞാൻ ഏകനായി അന്യൻ പരദേശിയെന്നതുപോൽ ലോകാന്ത്യത്തോളവും നീ എൻ കൂടെ പാർത്തിടേണമെൻ യാത്രയിൽ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 44 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പിറ്റേ ശബ്ദത്തിൽ ഏകദേശം പട്ടണം മുഴുവൻ ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ച് കളഞ്ഞതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷ ആകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നുവെന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലൂസിൻ്റെയും ബർന്നബാസിൻ്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞുവെന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോന്യയിലേക്ക് പോയി. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. പതിമൂന്നാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ ഈ സംഘത്തിൻ്റെ ലീഡർ ബർന്നബാസ് ആയിരുന്നു. കാരണം ഞാൻ ബർന്നബാസിനെ ശൗല്യം വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിപ്പിനെന്നാണല്ലോ പരിശുദ്ധാത്മാവ് പറഞ്ഞത്. എന്നാൽ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ പൗലൂസ് നേതൃനിരയിലേക്ക് വരികയാണ്. പൗലൂസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു എന്നാണ് നമ്മൾ 13-ാം അധ്യായത്തിൽ വായിക്കുന്നത്. കാരണം പൗലൂസാണ് നന്നായിട്ട് പ്രസംഗിക്കുന്നത്, ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത്. ഇവിടെ ആ പിസിദ്യ ദേശത്തിലെ യഹൂദ പള്ളിയിലാണ് അവരാദ്യം ചെന്നത്. കാരണം നമ്മുടെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആദ്യം യെരുശലേമിൽ, പിന്നെ യഹൂദിയിൽ, പിന്നെ ശമരിയിൽ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറഞ്ഞാൽ കുറേ അറിയാവുന്ന ആളുകളോട് ആദ്യം, പിന്നീട് അല്പജ്ഞാനമുള്ളവരോട്, അല്പ ദൈവവചനത്തിൻ്റെ അറിവുള്ളവരോട്, പിന്നെ ഏറ്റവും അവസാനമാണ് ഒന്നും അറിയാൻ പാടില്ലാത്ത ആളുകളെ അറിയിക്കേണ്ടത്. അപ്പോൾ യഹൂദന്മാർക്ക് കുറേയൊക്കെ ബൈബിൾ അറിയാം. അവരുടെ ബൈബിളിൽ എഴുതിയിട്ടുള്ള പ്രവചനങ്ങളൊക്കെ യേശുവിനെക്കുറിച്ചാണെന്ന് തെളിയിച്ചാൽ അവരിൽ പലരും വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. അവരെ കൂട്ടി വേണം പ്രജാതികളുടെ അല്ലെങ്കിൽ ദൈവത്തെ ഒട്ടും അറിയാത്ത ആളുകളുടെ അടുത്തേക്ക് പോകാൻ. പത്രോസ് കൊർന്നല്യോസ് എന്ന പ്രജാതിയുടെ അടുത്തേക്ക് സുവിശേഷം അറിയിക്കാൻ പോയത് യോപ്പയിലെ 6 സഹോദരന്മാരായ യഹൂദന്മാരെ കൂട്ടിയാണ്. അതാണ് ബൈബിളിൻ്റെ ഒരു മാതൃക. ഒറ്റയ്ക്കൊരാൾ ഒരു കുഗ്രാമത്തിൽ ചെന്ന് പ്രവർത്തിച്ച് ഉണ്ടാക്കുന്ന റിസൾട്ടിനേക്കാൾ ഒരുമിച്ച് ചില സഹോദരന്മാരെ കൂട്ടി ക്യാമ്പയിൻ ചെയ്ത്
പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ പൗലൂസും ബർന്നബാസും മർക്കൂസും അങ്ങനെയാണ് ചെയ്തത്. അവരാദ്യം യഹൂദന്മാരുടെ പള്ളിയിലാണ് ചെന്ന് പ്രസംഗിച്ചത്. പള്ളിയിൽ ചെന്ന സമയത്ത് ഇവരുടെ വസ്ത്രധാരണം കണ്ടാൽ ഇവർ യഹൂദന്മാരാണെന്നറിയാം. അതുകൊണ്ട് തന്നെ അതിഥികളായ നിങ്ങൾക്ക് എന്തെങ്കിലും ജനത്തോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പൗലൂസ് വളരെ വിശദമായിട്ട്, അതായത് ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ ആയിരുന്നു, ദൈവം മോശയെ അയച്ച് അവരെ അവിടെ നിന്ന് വിടുവിച്ചു. പിന്നീട് മരുഭൂമിയിൽ 40 സംവത്സരം ഇസ്രായേൽ കഴിയാനിടയായി. പിന്നീട് 7 ജാതികളെ കനാൻ നാട്ടിൽ നിന്ന് തുരത്തി അവരെ അവിടെ പ്രവേശിപ്പിച്ചു. അതിനുശേഷം 450 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ദൈവം അവർക്ക് ശമൂവേൽ വരെയുള്ള പ്രവാചകന്മാരെ ന്യായാധിപന്മാരായി കൊടുത്തു. പക്ഷേ അവരതിൽ തൃപ്തിപ്പെടാതെ ഒരു രാജാവിനെ ചോദിച്ചപ്പോൾ 40 ആണ്ടേക്ക് ബെന്യാമീൻ ഗോത്രത്തിലെ ശൗലിനെ നൽകി. അവനെ നീക്കിയിട്ട് ദൈവം യഹൂദ ഗോത്രത്തിലെ ദാവീദിനെ രാജാവായിട്ട് നൽകി. പക്ഷേ ആ ദാവീദിനോട് ദൈവം ഒരു വാഗ്ദാനം ചേരുന്നു, നിന്റെ സന്തതി മൂലം ലോകരാജ്യത്വം ഉണ്ടാകാനിടയായി തീരും. അത് യേശുവാണെന്ന് യോഹന്നാൻ സ്നാപകൻ ജനത്തോട് വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അനേകർ മാനസാന്തരപ്പെടുവാൻ മെശിഹയുടെ വരവിനായിട്ട് തങ്ങളെ തന്നെ ഒരുക്കാനിടയായി. യേശു രംഗപ്രവേശനം ചെയ്തു. യേശുവിനെ അനുഗമിക്കാൻ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അസൂയ പൂണ്ട യഹൂദ പ്രമാണികൾ യേശുവിനെ പിടിച്ച് പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് മരണശിക്ഷയ്ക്ക് യേശുവിനെ വിധിച്ചു. എന്നാൽ തിരുവെഴുത്തിനെ നിവൃത്തിയാക്കിക്കൊണ്ട് ദാവീദ് 2-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ എഴുതിയ വാക്യം നിവൃത്തിയാക്കിക്കൊണ്ട് നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വചനപ്രകാരവും 16-ാം സങ്കീർത്തനത്തിൽ ഞാൻ എൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ല എന്നുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും യേശു പറഞ്ഞതുപോലെയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റു. ദാവീദ് ഇത് പറഞ്ഞെങ്കിലും ദാവീദ് മരിച്ചടക്കപ്പെട്ടു. എന്നാൽ ദാവീദ് എഴുതിയത് യേശുവിനെക്കുറിച്ചായിരുന്നു. അതുകൊണ്ട് ഈ യേശുവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിച്ചാൽ ന്യായപ്രമാണത്തിന് 10 കൽപ്പനകൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത സകല പാപത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ ദൈവമക്കളാക്കി തീർക്കും. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹബക്കൂക്കിൻ്റെ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാനായി ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ്. കാരണം അത്ര ലളിതമാണ്. ഈ സുവിശേഷം പലരും വിശ്വസിക്കാത്തത് അതിൻ്റെ ലാളിത്യം കൊണ്ടാണ്. ആളാം വീതം 1000 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ 10,000 കൊടുക്കണം, 1,00,000 കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇതിലേറെ ആളുകൾ വിശ്വസിക്കാനായിട്ടുണ്ടാകും. നേരെ മറിച്ച് ഒന്നും വേണ്ട, ദൈവം സൗജന്യമായി രക്ഷ തരാൻ ഒരു മാർഗം ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ ശിക്ഷ മുഴുവൻ യേശു ഏറ്റു. നാം കൊടുക്കേണ്ടതെല്ലാം യേശു ദൈവം തന്നെ മനുഷ്യനായിട്ട് സഹിച്ചു. അത് വിശ്വസിച്ചാൽ മതി, അതിൽ ആശ്രയിച്ചാൽ മതി. കർമ്മങ്ങളോട് ഭർത്തവും പിതൃപാരമ്പര്യവുമായ അന്ധവിശ്വാസങ്ങളോട് വിട പറഞ്ഞ് യേശുവിനെ മാത്രം പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ കരുത്തോടും കൂടെ നിങ്ങൾ സ്നേഹിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാളിത്യ നിമിത്തമാണ് ആളുകൾ അതിനെ നിരാകരിക്കുന്നത്. എന്തെങ്കിലും ഒരു സംഖ്യ, ചെറിയൊരു സംഖ്യയെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾക്കത് സ്വീകാര്യം ആകുമായിരുന്നു. അതാണ് ഹബക്കൂക്ക് 1:5 ഉദ്ധരിച്ചുകൊണ്ട് 40-ാം വാക്യത്തിൽ പൗലൂസ് പറഞ്ഞത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്കങ്ങനെ ഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ ശ്രദ്ധയോടെ കേട്ടിട്ട് പറഞ്ഞു, അടുത്ത ആഴ്ചയിലും നിങ്ങൾ വരണം. അങ്ങനെ
പിറ്റേ ആഴ്ചയിലും അവർ ചെന്ന് പ്രസംഗിച്ചപ്പോൾ കുറേ ആളുകൾ എതിർ പറയാനായിട്ട് ഇടയായി. ഇവരുടെ ശുശ്രൂഷയുടെ ആദ്യകാലത്ത് തന്നെ ആ എലീമാസ് എന്നവൻ തടസ്സം നിന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഇവിടെ പൗലൂസ് അവരോട് പറയുകയാണ്, നിങ്ങൾ എതിര് നിൽക്കുന്നെങ്കിൽ യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാലിലെ പൊടി അവിടെ തട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. പക്ഷേ ഞങ്ങളിനി പോകാൻ പോകുന്നത് പുറജാതികളുടെ അടുത്തേക്കാണ്. കാരണം യെശയ്യാപ്രവചനം 49:13 ഞാൻ നിന്നെ ജാതികൾക്ക് വെളിച്ചമാക്കി വെച്ചിരിക്കുന്നുവെന്നുണ്ട്. അത് ഈ 47-ാം വാക്യത്തിൽ, അതായത് അപ്പോസ്തലപ്രവൃത്തി 13:47 പൗലോസ് ഉദ്ധരിച്ചിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ജാതികൾക്ക് സന്തോഷമായി. നിത്യജീവനായി നിയമിക്കപ്പെട്ട ആളുകൾ അനേകർ വിശ്വസിക്കാൻ ഇടയായി. പക്ഷേ ഞങ്ങളുടെ അതിര് വിട്ടു പോകണം എന്ന് പറഞ്ഞ് അവർ വലിയ പ്രക്ഷോഭത്തിന് തയ്യാറായപ്പോൾ അവരവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാനിടയായി. പക്ഷേ ഒരു നിർഭാഗ്യകരമായ കാര്യം, അവരോട് കൂടെ പോയിരുന്ന മർക്കോസ് ഈ പീഡ കണ്ട് പേടിച്ച് അവൻ്റെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാൻ ഇടയായി തീർന്നു. എന്നാൽ പൗലോസും ബർന്നബാസും അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി പ്രവർത്തിക്കാനായിട്ട് ഇടയായി. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം മനുഷ്യനായി തീർന്ന് നമ്മുടെ നരകമേറ്റ് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അദൃശ്യനായി ജീവിക്കുന്ന ദൈവമായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒറ്റ കാര്യം, യേശുവിനെ അനുസരിച്ച് ആരാധിച്ച് ജീവിക്കാൻ തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒറ്റ കാര്യത്താൽ ഏതൊരു പാപിക്കും പാപമോചനം നേടാനായിട്ട് സാധിക്കും. അതാണ് സുവിശേഷം. അത് പ്രസംഗിക്കാനാണ് യേശു പറഞ്ഞത്. ഈ സുവിശേഷം വിശ്വസിക്കുന്ന ആളുകൾ ഇന്നും അതിന് ഗുണഭോക്താക്കളായി ആത്മീയ സന്തോഷം അനുഭവിച്ച് ജീവിക്കുന്നു. ദൈവം ഏവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കൈക്കിരിക്കുന്ന കുറുപ്രാവു പോൽ കൂട്ടം പിരിഞ്ഞൊരു മാൻപീട പോൽ, ഒറ്റയ്ക്കിരിക്കുന്ന കുറുപ്രാവു പോൽ കൂട്ടം പിരിഞ്ഞൊരു മാൻപീട പോൽ, വീട്ടിൻ മുകളിലെ കുരികിലു പോൽ, ശൂന്യസ്ഥലത്തൊരു മൂങ്ങയെ പോൽ, വീട്ടിൻ മുകളിലെ കുരികിലു പോൽ, ശൂന്യസ്ഥലത്തൊരു മൂങ്ങയെ പോൽ, ദൈവമേ ഞാനെന്നും ഏകനായി അന്യൻ പരദേശിയെന്നതുപോൽ, ലോകാന്ത്യത്തോളവും നീ